നമസ്കാരം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലൂടെ പിന്നണി ഗായകനായി ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ച വിനീത് ശ്രീനിവാസൻ തൻ്റെ വേറിട്ട് നിൽക്കുന്ന ശബ്ദം കൊണ്ടും തനത് ആലാപന ശൈലി കൊണ്ടും മലയാളി ഗാനാസ്വാദകരുടെ മനസ്സ് കീഴടക്കിയിരുന്നു. ശേഷം അഭിനയത്തിലേക്ക് ചുവടുവെച്ച വിനീത് സാമാന്യം മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നായക കഥാപാത്രങ്ങളടക്കം ചെയ്ത് തൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. എന്നാൽ സംവിധാന മേഖലയിലേക്കുള്ള വിനീതിൻ്റെ അരങ്ങേറ്റം മലയാള സിനിമ കമ്പോളത്തെ വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിലെ തൻ്റേതായ ഒരു സ്പേസ് കീഴടക്കിയ ഫിലിം മേക്കറായി അയാൾ മാറി. പുതുമുഖങ്ങളെ കൊണ്ടുവന്ന മലർവാടി ആർട്സ് ക്ലബിലൂടെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലളിതമായി കഥ പറഞ്ഞു പോകുന്ന നിഷ്കളങ്കമായ തമാശകൾക്ക് ഒരുപാട് സ്പേസ് ഉള്ള ഫീൽ ഗുഡ് സ്ട്രെസ് ബസ്റ്റർ സിനിമകൾ അയാൾ പ്രേക്ഷകർക്കായി നിരത്തി. തട്ടത്തിൻ മറയത്തിലൂടെ പരമ്പരാഗത കഥാപരിസരങ്ങളെയും ശൈലികളെയും മാറ്റി നിർത്തി വടക്കൻ മലബാറിലെ നാട്ടിൻപുറങ്ങളും ഭാഷയും തുടങ്ങി പുതിയ സ്ഥല സന്ദർഭങ്ങൾക്കും പരിസരങ്ങൾക്കും തുടക്കം കുറിച്ചു. ചെറുതും എന്നാൽ ഡീറ്റെയിൽഡായി കഥ പറയുന്നതുമായ സിനിമകൾ ഉണ്ടായി. തട്ടത്തിൻ മറയത്ത് ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ വാങ്ങിയ എക്കാലത്തെയും ഹിറ്റ് മ്യൂസിക്കൽ ഫിലിം എന്നവകാശപ്പെടാവുന്ന ഒരു സിനിമയായിരുന്നു. എന്നാൽ 2013 പുറത്തിറങ്ങിയ ത്രില്ലർ പടമായ തിര ബോക്സ് ഓഫീസിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയില്ല. തൻ്റെ സ്ഥിരം ശൈലിയിൽ നിന്നും മാറി നിർമ്മിച്ച ഈ സിനിമയുടെ പരാജയം ഏറെക്കുറെ അയാൾ ഇപ്പോൾ ട്രോൾ ചെയ്യപ്പെടുന്ന ചെന്നൈ പാസം യൂണിവേഴ്സ് അഥവാ ഒരു സേഫ് സോണിലേക്ക് ചുരുങ്ങാൻ പ്രേരിപ്പിച്ചൊന്നാകാം. ഇതിനിടയിൽ ഹിറ്റ് സിനിമകളിലൊക്കെ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച് നടൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ സ്ഥാനം ഉറപ്പുവരുത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് വന്ന ജേക്കബിൻ്റെ സ്വർഗരാജ്യം മധ്യവർഗ കുടുംബത്തിൻ്റെ അതിജീവന കഥ പറയുന്ന യഥാർത്ഥ കഥയെ ആസ്പദമാക്കിയെടുത്ത സിനിമയായിരുന്നു. അത്തരം സിനിമകളും ലോകത്തെല്ലായിടത്തും കമ്പോളമുള്ള ജോണറാണ്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും കിട്ടിയ സിനിമയായിരുന്നു. എന്നാൽ അവസാനം ഇറങ്ങിയ ഹൃദയം, വർഷങ്ങൾക്ക് ശേഷം എന്നീ പടങ്ങളാണ് ക്രിഞ്ച് ഫെസ്റ്റ് എന്ന ലേബൽ ചാർത്തപ്പെട്ട സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വിനീത് സിനിമകൾ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ തിര ഒഴികെ മറ്റ് ചിത്രങ്ങളുടെ എല്ലാ തിരക്കഥ കൈകാര്യം ചെയ്തിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. എഴുത്തുകാരൻ തന്നെ സംവിധായകനായിരിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്നതിലേക്കല്ല, മലർവാടി ആർട്സ് ക്ലബ് മുതൽ ഹൃദയം വരെയുള്ള വിനീത് ശ്രീനിവാസൻ്റെ എഴുത്തുകൾ നോക്കിയാൽ യുവാക്കളാണ് പ്രധാന കഥാപാത്രം ആയി എത്തുന്നത് എന്ന് കാണാം. ജി പ്രജിത്ത് സംവിധാനം ചെയ്ത വടക്കൻ സെൽഫിയുടെ എഴുത്തും വിനീത് ശ്രീനിവാസനായിരുന്നു. ഇവിടെയെല്ലാം നമുക്ക് പരിചിതമായ യുവാക്കളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പലപ്പോഴും തമാശയിലൂടെ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഈ സിനിമകൾ സംസാരിച്ചിരുന്നു. കുടുംബത്തെയും ഇവ കാര്യമായി പരിഗണിച്ചിരുന്നു. സിനിമ കാണാൻ വരുന്ന ആളുകളെ രസിപ്പിക്കുക എന്നതിൽ വിനീത് ശ്രീനിവാസൻ സിനിമകൾ വലിയൊരളവിൽ വിജയിച്ചിരുന്നു. ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നുമില്ലാതെ അയാളുടെ സിനിമകൾ നല്ല തമാശകൾ കൊണ്ടുവന്നു. ഈ സിനിമകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് തന്നെ മലയാളത്തിൽ ഒട്ടേറെ മികച്ച സംവിധായകർ വരുന്നു. അവരുടെ സിനിമകൾ വിജയങ്ങളാകുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. വീണ്ടും ആ സിനിമകളിലേക്ക് മലയാളി പോകുന്നു. ഇക്കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബോക്സ് ഓഫീസ് വിജയം എന്നതിനപ്പുറം ഒരു റീവിസിറ്റ് സ്റ്റാറ്റസ് കിട്ടിയ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങൾ വളരെ കുറവാണ്. അതിൽ തന്നെ മുന്നിൽ വരാൻ സാധ്യതയുള്ളത് തട്ടത്തിൻ മറയത്തായിരിക്കും. പോസ്റ്റ് കോവിഡ് സമയത്താണ് ഹൃദയം തിയേറ്ററിൽ എത്തുന്നതും തിയേറ്ററിൽ വൻ വിജയമായി മാറിയത്. എന്നാൽ OTTയിൽ വന്നപ്പോൾ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ എന്ന നിലയിൽ നോക്കിയാൽ വിനീത് ശ്രീനിവാസൻ എന്നത് ഒരു ബ്രാൻഡായി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വരുന്നത്. മലയാള സിനിമ ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തുന്ന സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നത് എന്നുകൂടെ ഇതിനൊപ്പം പരാമർശിക്കേണ്ടതാണ്. ചിത്രം തിയേറ്ററിൽ മികച്ച വിജയം നേടി. ആ സമയത്ത് വന്നിരുന്ന അഭിപ്രായങ്ങളാണെങ്കിൽ കൂടുതലും പോസിറ്റീവുമായിരുന്നു. പക്ഷേ ചിത്രം OTTയിൽ എത്തിയതോടെ കാര്യങ്ങൾ മാറി. തൻ്റെ ഏറ്റവും സേഫ് സോണായ സംഗീതത്തിൻ്റെ ഉപയോഗത്തിൽ പോലും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പ്രഥമ ദൃഷ്ടിയാൽ ശ്രദ്ധിക്കപ്പെടുന്ന മേക്കപ്പ് പോലുള്ള സാങ്കേതിക വശങ്ങൾക്കൊക്കെയും പാളിച്ചകൾ സംഭവിച്ച സിനിമയായി വർഷങ്ങൾക്ക് ശേഷം വിലയിരുത്തപ്പെടുന്നു. സോഷ്യൽ മീഡിയ നിരൂപകർക്കിടയിൽ ട്രോൾ ചെയ്യപ്പെടുകയും അസഹനീയം എന്ന രൂപത്തിൽ കനത്ത വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിട്ടും അതിൻ്റെ മികവ് സിനിമയിൽ കാണാൻ സാധിച്ചോ എന്നതും ചോദ്യമാണ്. സാങ്കേതിക മികവിനും അപ്പുറത്തേക്ക് വിനീത് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെയാണ് ഇവിടെ വിലയിരുത്തേണ്ടത് എന്ന് തോന്നുന്നു. വേണു കൂത്തുപറമ്പ്, മുരളി വിശ്വംഭരൻ എന്നീ സുഹൃത്തുക്കളുടെ ഒരു വലിയ യാത്രയാണ് ചിത്രം. അപ്രതീക്ഷിതമായി പരിചയപ്പെട്ടത് മുതൽ സിനിമ എന്ന മായിക ലോകത്തേക്കുള്ള വരവും ഉയർച്ച താഴ്ചകളും ഒക്കെയായി പോകുന്ന കഥ. വിനീതിൻ്റെ മുന്നത്തെ എഴുത്തുകളിലെ പോലെ
സൗഹൃദവും പ്രണയവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന രീതിയിലും വരുന്നു. ഇന്നത്തെ യൂത്തിന് അത്ര കണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലല്ല ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. മുന്നത്തെ ചിത്രങ്ങളിൽ ആ റിലേറ്റിവിറ്റി ഫാക്ടർ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് യൂത്ത് എന്ന് പ്രത്യേകം പരാമർശിച്ചത്. യൂത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ മാത്രമേ യൂത്തിന് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുമല്ല ഉദ്ദേശിച്ചത്. വേണു, മുരളി എന്നിവരുടെ യാത്രയെ വിനീത് അലസമായി പരിഗണിച്ചു എന്നതാണ് വിഷയം. വലിയൊരു യാത്രയാണ്. അവിടെ സംഭവങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നു. കാരണം അങ്ങനെ വലിയൊരു കാലഘട്ടമാണ് ചിത്രം വിഷയമാക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ വരുമ്പോഴും ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ഇമോഷൻസിനെ കൃത്യമായി പരിഗണിക്കാൻ, ഒരു ഗ്രോത്ത് നൽകാൻ വിനീത് എന്ന എഴുത്തുകാരന് സാധിച്ചിട്ടില്ല. പൈങ്കിളി ഡയലോഗുകളുടെ അതിപ്രസരവും ഒരു വിഷയമാണ്. ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പ്രതികരിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ആളുകൾ പ്രതികരിക്കുക എന്ന ചോദ്യങ്ങൾ ഒട്ടേറെ ഇടങ്ങളിൽ പ്രേക്ഷകന് തന്നെ സംശയം തോന്നുന്ന സാഹചര്യങ്ങൾ സിനിമയിലുണ്ട്. കോൺഫ്ലിക്റ്റുകൾ സ്ട്രോങ് ആകാതെ പോകുന്നതും പോരായ്മയാണ്. തിയേറ്ററിൽ ഈ സിനിമ വർക്കായവർ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാവാൻ ഏറെക്കുറെ ഒരു കാരണം മാത്രമായിരിക്കാം. അത് നിവിൻ പോളിയാണ്. അതുവരെ ഡ്രാമയായി പോയിക്കൊണ്ടിരുന്ന കാഴ്ചയിൽ തമാശയും എനർജറ്റിക് പ്രകടനവുമായി കയ്യടി നേടാൻ നിവിൻ പോളിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ എഴുത്തുകാരൻ അവിടെ കൊണ്ടുവന്ന ട്രിക്ക് എന്താണെന്നും വീണ്ടും പരിഗണിക്കേണ്ടതുണ്ട്. നിതിൻ മോളി വരുന്നതോടെ മുരളിയും വേണുവും അപ്രത്യക്ഷരാകുന്നു. പിന്നെ അവർ മെല്ലെ വന്ന് സിനിമ മൊത്തത്തിൽ അവസാനിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന ടൈറ്റിലിൻ്റെ മാധുര്യം രണ്ട് സുഹൃത്തുക്കളുടെ ജീവിതത്തിലൂടെ സിനിമയിൽ കാണിച്ചു തരുന്നതിൽ വിനീത് ശ്രീനിവാസന് സാധിച്ചിട്ടില്ല. ചെറുതെങ്കിലും മറ്റൊരു വിമർശനം ഉയർന്നു വരുന്നത് ആവർത്തനങ്ങളാണ്. അവരൊക്കെ ചേർന്ന മറ്റൊരു സിനിമ എന്നതിലേക്ക് പ്രേക്ഷകന് തോന്നിയേക്കാം. തുടർച്ചയായ സിനിമകളിൽ ഒരേ അഭിനേതാക്കൾ വരുന്നതിലെ പ്രശ്നമല്ല, അവരെയൊക്കെയും പൂർണ്ണമായി മറ്റൊരു കഥാപാത്രം എന്ന നിലയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുമ്പോഴാണ് ആവർത്തനം എന്നതിലേക്ക് പ്രേക്ഷകനും എത്തിച്ചേരുന്നത്. കുഞ്ഞെൽദോ എന്ന ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായി വിനീത് ശ്രീനിവാസൻ എത്തുന്നു എന്നത് തന്നെ ആ സിനിമയിലേക്ക് ഒരു മാർക്കറ്റായിരുന്നു. ആ ചിത്രം ബോക്സ് ഓഫീസിൽ എന്തായി എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് വിനീത് ശ്രീനിവാസൻ എന്ന പേരിലാണ്. ആ ബ്രാൻഡിൽ മലയാളിക്ക് പ്രതീക്ഷിക്കാം എന്നതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ വരുന്നതും. അതേസമയം നടൻ എന്ന നിലയിൽ നോക്കൂ. ഗംഭീര നടനെന്നോ പ്രകടനങ്ങൾ കൊണ്ട് ഞെട്ടിക്കുന്നെന്നോ ഒന്നും ഒരു ഘട്ടത്തിൽ പോലും വിനീതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നില്ല. കിട്ടുന്ന വേഷങ്ങളെ ഭൂരിപക്ഷ സമയത്തും നീറ്റായി ചെയ്തു എന്നത് ശരിയാണ്. സൈക്കിൾ മുതൽ പ്രധാന വേഷത്തിലെത്തിയ കുറുക്കൻ വരെയുള്ള സിനിമകൾ നോക്കിയാൽ വിനീതിലെ നടന് പോസിറ്റീവ് മാർക്ക് തന്നെയാണ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, തണ്ണീർമത്തൻ ദിനങ്ങൾ തുടങ്ങി ഈ അടുത്ത് വന്ന ചിത്രങ്ങൾ നോക്കിയാലും പ്രകടനം കൊണ്ട് രസിപ്പിക്കുന്നതിൽ വിനീത് പൂർണ്ണമായും വിജയിക്കുന്നുണ്ട്. നിഷ്കളങ്ക ഭാവത്തിൽ കണ്ടിരുന്ന ഒരു നടനിൽ നിന്നും വിനീത് കൊണ്ടുവന്ന ട്രാൻസിഷൻ കൂടെ ഇതിനൊപ്പം പറയേണ്ടതുണ്ട്. വിനീതിൻ്റെ സേഫ് സോണായ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് കോമഡി ഡ്രാമകൾക്കും സിമ്പിളായ ഫീൽ ഗുഡ് തമാശ പടങ്ങൾക്കും എക്കാലവും ഇവിടെ മാർക്കറ്റുണ്ട്. വിനീത് ശ്രീനിവാസൻ സിനിമ എന്നത് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു മിനിമം ഗ്യാരണ്ടിയാണ് എന്ന് സംശയമില്ല. അപ്പോൾ ഗൗരവമായ ആസ്വാദനത്തിനപ്പുറം വിനോദത്തിനായി സിനിമയ്ക്ക് കയറുന്ന ഫാമിലി അടക്കമുള്ള ഓഡിയൻസ് നല്ല പ്രൊഡക്റ്റ് അർഹിക്കുന്നുമുണ്ട്. തീർച്ചയായും നല്ല വിമർശനങ്ങളെ പരിഗണിച്ചുകൊണ്ട് തന്നെ വിനീതിന് കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാനാവട്ടെ. അതോടൊപ്പം 11 വർഷം മുൻപ് മികച്ച സിനിമയായ തിരയെ കൈയൊഴിഞ്ഞ പ്രേക്ഷകരിലേക്ക് തന്നെ വ്യത്യസ്തതകളും പുതുമകളും പരീക്ഷണങ്ങളുമുള്ള സിനിമകളുമായി എത്താനും വിനീത് ശ്രീനിവാസന് സാധിക്കട്ടെ. നടൻ എന്ന നിലയിൽ പുതിയ കഥാപാത്രങ്ങളെ, പുതിയ പ്രകടനങ്ങളെ നമുക്ക് മുന്നിൽ തരുമ്പോൾ എഴുത്തിലും ഒരു റീ ഇൻവെൻഷൻ വിനീത് ശ്രീനിവാസന് അനിവാര്യമാണെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? ട്രാക്ക് മാറ്റുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ മുൻനിർത്തി വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനെയും എഴുത്തുകാരനെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ വരുന്ന ട്രോളുകളിലൊക്കെ വാസ്തവമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. വീണ്ടും കാണാം.